Documentation errors that leads to denials. നമുക്കറിയാം, if there is a documentation error or if there is any incomplete documentation that can lead to denial. What are the different causes? First and foremost, incomplete or vague documentation. നമ്മുടെ ഡോക്യുമെന്റേഷൻ കറക്റ്റ് അല്ല. അതുപോലെ തന്നെ ചില പ്രൊവൈഡേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ പ്രൊവൈഡ് ചെയ്യത്തില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ദ പേഷ്യന്റ് ഇസ് ഹാവിംഗ് എനി സ്പെസിഫിക് ഇൻഫെക്ഷൻ, പക്ഷേ ഇറ്റ് ഈസ് ഓൺലി മെൻഷൻഡ് ആസ് ഇൻഫെക്ഷൻ അൺസ്പെസിഫൈഡ്, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അൺസ്പെസിഫൈഡ്. എന്ത് ഇൻഫെക്ഷൻ ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ദി സിംറ്റം, സിവിയറിറ്റി, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് മെൻഷൻ ചെയ്യാതിരിക്കുമ്പോൾ ദാറ്റ് വിൽ ബി എൻ ഇൻകംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ. സോ ദ കോഡർ വിൽ നോട്ട് ബി ഏബിൾ ടു ഐഡന്റിഫൈ വാട്ട് ടൈപ്പ് ഓഫ് കണ്ടീഷൻ എക്സാക്ട്ലി ദ പേഷ്യന്റ് ഇസ് ഹാവിംഗ്. ചിലപ്പോൾ നമ്മൾ ക്വയറി ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈസും കറക്റ്റ് ഓൺ ടൈമിൽ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. സോ വിത്ത് ഇൻകംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ, കോഡർ ഇസ് ഗോയിങ് ടു handle these cases and the submission team will proceed with the submission of the cases. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ there are higher chances for the claims to get denied. അതുപോലെ തന്നെ other things, it's like without mentioning the severity, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, അതുപോലെ ഡ്യൂറേഷൻ, അതുപോലെ തന്നെ സ്പെസിഫിസിറ്റി, ലാറ്ററാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാതിരിക്കുമ്പോഴത്തേനും that can lead to claim denials. So always good documentation means it is a clean claim. So other than the technical issues, whenever we are having a claim, there should be a complete and good documentation so that we can earn the revenue on a faster pace. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടും വെക്കുവാൻ വേണ്ടി we have to train our providers and we have to implement that in our claim processing.